നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സ് വാസ്തുവിദ്യയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ വാസ്തുപുരുഷ സങ്കല്പവും വാസ്തുപുരുഷനെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി അതിൻ്റെ തുടർച്ചയെന്നോണം ഞാൻ അന്ന് സൂചിപ്പിച്ചത് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ഇതൊരു സങ്കല്പമാണ്. വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് വാസ്തുപുരുഷ സങ്കല്പമൊക്കെ ഒരു സങ്കല്പമാണ്. പക്ഷേ ഈ വാസ്തുപുരുഷ സങ്കല്പം അല്ലെങ്കിൽ വാസ്തുപുരുഷനെ പറ്റിയും അതിൽ പറഞ്ഞിരിക്കുന്ന ദേവന്മാരെ പറ്റിയൊക്കെ പരാമർശിക്കാതെ നമുക്ക് ഈ ശാസ്ത്രം പറയാൻ പറ്റില്ല, കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വാസ്തുപുരുഷ സങ്കല്പത്തെ പറ്റി പറഞ്ഞു, അതിന് 53 ദേവന്മാരെ പറ്റി പറഞ്ഞു. ആ ദേവന്മാർ വാസ്തുപുരുഷ സങ്കല്പം അനുസരിച്ചിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളതും ഒക്കെ ഞാനൊരു സൂചന പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി ഞാനത് ആവർത്തിക്കുകയാണ്. ഈ വാസ്തുപുരുഷ സങ്കല്പം എന്ന് പറഞ്ഞത് ഒരു കൃത്യമായിട്ടും പറയുകയാണെങ്കിൽ അതൊരു കൺസെപ്റ്റാണ്, അതൊരു വിശ്വാസമാണ്. അതിനെ പ്രത്യേകിച്ച് ഒരു വേറെ രീതിയിൽ അത് കാണേണ്ടതില്ല. അത് ഈ ശാസ്ത്രം നമ്മൾ എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങളിൽ ഇതെല്ലാം പരാമർശിക്കുന്നതുണ്ട്. ഈ പറയുന്ന ദേവസ്ഥാനങ്ങൾ, ഇതിനകത്ത് 53 ദേവന്മാരുണ്ടെന്നും ഒരു വാസ്തു സംബന്ധിച്ച് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിനെ ഈ വാസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വിശദീകരണങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അത് നമുക്ക് പിന്നീട് നിങ്ങൾ നോക്കുക. എങ്കിലും ഒരു ഭൂമി, മൊത്തത്തിലുള്ള ഒരു ഭൂമി ഒരു വാസ്തുവാണ്. അത് ഒരു പ്രദേശത്തിന് എടുത്തിയാൽ അതിലൊരു വാസ്തുവുണ്ട്. അതിനെ വീണ്ടും വിഭജിച്ച് അതിനകത്ത് ഒരു ചെറിയ സ്ഥലം കൊണ്ടുവന്നാൽ അതിൽ വാസ്തുവുണ്ട്. ഒരു ഏക്കർ കണക്കിന്, ഹെക്ടർ കണക്കിന്. അത് കഴിഞ്ഞ് വീണ്ടും ചെറുതാക്കി ഒരു നിസ്സാരം ഒരു 5 സെൻറ്റ്. നമ്മുടെ ഇതിനകത്ത് ഏറ്റവും ചെറിയ വാസ്തു ഭൂമി എന്ന് പറയുന്നത് 16 കോല് ഇൻറ്റു 16 കോല് അങ്ങുലം വരുന്ന ഒരു ഏറ്റവും ചെറിയ പദം എന്ന് പറഞ്ഞാൽ അതാണ്. അതിന് താഴോട്ട് വരുന്ന ഒന്നും തന്നെ വാസ്തുവിൻ്റെ കൺസെപ്റ്റ് പ്രായോഗികമല്ല, ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും അതിന് താഴെ വാസ്തു പറയുകയാണെങ്കിൽ അത് തെറ്റാണ്, അത് പ്രായോഗികമല്ല. അപ്പോൾ 16 കോല് അങ്കുലം എന്ന് പറയുമ്പോൾ അത് സെൻറ്റിമീറ്ററിലോട്ട് കണക്കാക്കുമ്പോൾ 11 പോയിൻ്റ് സംതിങ് വരുന്ന നമ്മുടെ 72 സെൻറ്റിമീറ്റർ വെച്ച് കോലിന് കണക്കാക്കണമെങ്കിൽ അതായിരിക്കും ഏറ്റവും വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഏറ്റവും ചെറിയ ഒരു പറമ്പ് നമ്മൾ കാണേണ്ടത്. അതിനകത്ത് വരുന്ന പ്ലാനിൽ വരെ നമുക്ക് അത്യാവശ്യം വാസ്തുവിൻ്റെ കൺസെപ്റ്റുകൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതാണ് ഏറ്റവും ചുരുങ്ങിയത്. അത് മുതൽ പിന്നെ മുകളിലോട്ട് അത് ഞാൻ അടുത്ത് ഇതിൻ്റെ വിഭജനവും വാസ്തുവിദ്യയും പ്ലോട്ടുകൾ തിരിക്കുന്നതിനെ പറ്റി ഞാൻ വിശദമായിട്ട് സംസാരിക്കുമ്പോൾ അതിൽ വരുമെങ്കിലും ഞാൻ പറഞ്ഞു തന്നെ ഏറ്റവും ചെറിയ പറമ്പെന്ന് പറഞ്ഞത് 16 കോലുള്ള ഒരു സ്ക്വയറാണ്. അപ്പോൾ ഇത് നമുക്ക് സ്ക്വയറായിട്ട് എടുക്കാം, വൃത്തത്തിലും എടുക്കാം. എങ്കിലും ഒരു ബഹുഭൂരിപക്ഷം 90% വാസ്തുഗ്രന്ഥങ്ങളിൽ സ്ക്വയറായിട്ടാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. അതിൽ സ്ക്വയറാക്കി എടുത്തിട്ട് അതിൻ്റെ 53 ദേവസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 53 ദേവസ്ഥാനങ്ങളിൽ മെയിനായിട്ട് 45 വെച്ചിട്ടാണ് അതിനകത്ത് കൂടുതലായിട്ട് ബാക്കി 8 ദിക്കുകളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് 53 മാറ്റിയിട്ടുള്ളത്. ഈ ദേവസ്ഥാനങ്ങളും കൂടെ അറിഞ്ഞിരുന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ വാസ്തുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ആളിന് ഇതെന്താണെന്ന് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇത് നല്ലോണം കൈകാര്യം ചെയ്ത് പഠിച്ചിട്ടുള്ളവർക്ക് പ്രശ്നമുള്ളതല്ല. എങ്കിലും ഞാൻ ഇത് പറയാതെ എനിക്ക് ആ വിഷയത്തിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിച്ചത്. വാസ്തുപുരുഷ സങ്കല്പം അനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു 53 ദേവസ്ഥാനങ്ങളുണ്ടെന്നും ആ ദേവസ്ഥാനങ്ങളെ ബേസ് ചെയ്തിട്ട് ഇനി അടുത്ത നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളെ പറ്റിയാണ്. പഞ്ചഭൂതങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് 5ആണ്. ഒന്ന് ജലം, അഗ്നി, വായു, ഭൂമി, ആകാശം. ഇത് 5ആയിട്ടാണ് നമ്മൾ പഞ്ചഭൂതങ്ങളായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. ഇതിൽ ശിവൻ എല്ലാത്തിൻ്റെയും ഒരു ആവിർഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന സ്രോതസ്സായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ 5 പഞ്ചഭൂതങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇനി വരുന്ന വാസ്തുവിദ്യയെപ്പറ്റി നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത്. കാരണം ഇത് ഞാൻ ഇങ്ങനെ പറയാനുള്ള ഒരു പ്രധാന കാരണം പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ പഠിച്ചിട്ടുള്ളതും വാസ്തുപുരുഷ സങ്കല്പവും വാസ്തുശാസ്ത്രത്തെക്കുറിച്ചും എനിക്ക് വളരെയധികം അറിവ് സമ്പാദിച്ച് തന്ന ഗുരുക്കന്മാരിൽ നിന്നാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ 95 വാസ്തുവിദ്യ ഗുരുകുലത്തിൽ 96 ആദ്യമായിട്ടത് പഠിക്കാൻ പോവുകയും ആ വാസ്തുവിദ്യ പഠിക്കാനുള്ള അവസരത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള
വളരെ ഇതായിട്ടുള്ള ഗുരുക്കന്മാരുമായിട്ട് നേരിട്ടുള്ള ഒരു സമ്പർക്കം എനിക്കുണ്ടായി. അവരിൽ നിന്ന് കിട്ടിയ ചെറിയ അറിവുകളെ ഞാൻ വികസിപ്പിച്ചാണ് ഇത്രയും കാര്യങ്ങളിലേക്ക് ഞാൻ പിന്നീട് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ശാസ്ത്രം പറയുമ്പോൾ രണ്ട് സൈഡും ഉണ്ട്. ഒന്ന് അതിൻ്റെ ശാസ്ത്രീയ വശവും രണ്ടാമത് അതിൻ്റെ പ്രായോഗിക വശം. അത് രണ്ടും കൂടെ കണക്ട് ചെയ്താണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോൾ പറയുന്നത് വാസ്തുശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയ വശമാണ്. അതിൻ്റെ പ്രായോഗിക വശം അടുത്ത് വരുന്ന കാര്യങ്ങളിലെങ്കിൽ ഞാൻ അത് പറയും. അപ്പോൾ നമുക്ക് ആദ്യം വാസ്തു പുരുഷ സങ്കല്പത്തെപ്പറ്റി ഒരു സൂചന പറഞ്ഞു, അതെന്താണ്, അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ആവശ്യം എന്താണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്നതാണ് പ്രപഞ്ചം. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് 5 ഭാഗങ്ങളുണ്ട്. ഈ 5 പഞ്ചഭൂതങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി വരുന്ന വാസ്തുശാസ്ത്ര കാര്യങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നത്. കാരണം ഇത് അറിയാതെ അതിനെപ്പറ്റി ഒരു പരാമർശം നടത്താതെ പോയാൽ ഇത് ഒന്നും പൂർണ്ണമാവില്ല. കാരണം എന്താണ്, നമ്മൾ ജലം എന്താണ്, അപ്പോൾ നമുക്ക് ഈ സൗരയൂഥ സിദ്ധാന്തം ഭൂമിയിൽ ഇതെല്ലാം 5 ലഭ്യമായിട്ടുള്ളതാണ്. മറ്റ് ഗ്രഹങ്ങളിലൊന്നും അതില്ല. ഇപ്പോൾ ഇത്രയും കാലത്തെ ഗവേഷണം നടത്തിയിട്ടും ഭൂമിയെപ്പോലുള്ള ഒരു ഗ്രഹം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി ഉണ്ടാവണമെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഈ 5 പഞ്ചഭൂതങ്ങളും കൂടെ അടങ്ങിയിരിക്കുന്നതാണ് ഭൂമി എന്നുള്ള തത്വം. അപ്പോൾ നമ്മൾ വസിക്കുന്ന ഭൂമിക്ക് ഈ 5 കാര്യങ്ങൾ ഘടകം കൂടെ ചേരുമ്പോഴാണ് അതിനെപ്പറ്റി പൂർണ്ണതയിലെത്തുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ജലത്തിൻ്റെ കാര്യം ചിന്തിക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ അഗ്നി, തീയെ പറ്റിയുള്ളത്, ഊർജത്തെപ്പറ്റി അല്ലെങ്കിൽ ചൂടിനെ പറ്റിയുള്ളത് ചിന്തിക്കണം. മൂന്നാമത് നമുക്ക് അതിൻ്റെ ഭൂമി അല്ലെങ്കിൽ ആ ഭൂമി അതിൻ്റെ പ്രതലം മറ്റു കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണം. നാലാമത് വായു ഉണ്ടെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. വായുവിൻ്റെ സാന്നിധ്യം ഇതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. 5 ആകാശം. ഇത് എല്ലാവർക്കും അറിയാമെങ്കിലും ഇത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണെങ്കിലും വാസ്തുശാസ്ത്രത്തിൽ ഇതിൻ്റെ സ്വാധീനം എത്രയാണ്, അത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് എന്ന് നമ്മൾ നോക്കാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതിലാദ്യമായിട്ട് ഈ ജലം എന്ന് പറയുന്നത് ആദ്യം എടുക്കാം. അപ്പോൾ 5 പഞ്ചഭൂതത്തിൽ ഒന്നാമത്തെ ജലമാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാറുള്ള, ഇനി നമ്മൾ ഈ കാണുന്ന വാസ്തുവിദ്യാ ഗ്രന്ഥങ്ങളിലും ഇത് നമ്മൾ പഠിക്കുമ്പോഴും അത് ചിന്തിക്കുമ്പോഴും ആരെങ്കിലും തന്നെ നിങ്ങളൊരു വീടിൻ്റെ പ്ലാനോ വാസ്തുപരമായിട്ടോ കാര്യങ്ങളോ നിങ്ങൾ വാസ്തുദോഷമെന്ന് പറഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത്. അതിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെയാണ് വടക്ക് കിഴക്കിൽ ജലത്തിൻ്റെ സ്രോതസ്, കിണർ അവിടെ വരണം, അവിടെ പിന്നെ ഇത് വരാൻ പാടില്ല. അത് ഓരോന്ന് പറയുന്നതും ഈ ഒരു തത്വത്തിനെ അടിസ്ഥാനമായി. പക്ഷേ ഈ പഞ്ചഭൂതങ്ങളെ പറ്റി ശരിയായ രീതിയിൽ നമ്മൾ വിലയിരുത്താതെ ഇതിനെ ഉൾക്കൊള്ളാൻ പോകുമ്പോഴാണ് നമുക്കിത് ആവശ്യമുണ്ടോ ഇല്ലയോ, ഈ പറയുന്നതിൽ ശരിയുണ്ടോ ഇല്ലയോ എന്നുള്ള നമ്മൾ ചിന്തിക്കുന്നത്. ഇതെല്ലാം ഒരു കൺസെപ്റ്റാണ്, നമ്മളൊരു തത്വമാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ചിന്താഗതിയാണ്. നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അതിൽ ഞാൻ ചോദിക്കട്ടെ, ഗൾഫ് രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ഇതൊന്നും ഇല്ലാതെ എത്രയോ ആൾക്കാർ വീടുകൾ വെച്ചും ഫ്ലാറ്റ് പണിതും അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് ഇതിൽ വിശ്വാസമുള്ളവർക്ക് ആളുകളുടെ ഇടയിൽ ചെന്ന് അബദ്ധങ്ങളിൽ പെടാതെ, അവരുടെ ചതിക്കുഴികളിൽ വീഴാതെ, അവർ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കടിച്ച് പേടിപ്പെടുത്താതിരിക്കണമെങ്കിൽ നമ്മൾ ശാസ്ത്രത്തെപ്പറ്റി ശരിയായിട്ട് വിലയിരുത്തണം. അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല. അപ്പോൾ നല്ല രീതിയിൽ ഒരു വീട് പണിയുന്ന ഒരാൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ഇത് ശരിയല്ല എന്ന് അവരെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ആർജവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് നിങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ, അല്ലെങ്കിൽ അത് ഇന്ന രീതിയിൽ അത് നമുക്ക് ആണല്ലേ അത് കാണേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാമാന്യ അറിവെങ്കിലും നമുക്ക് ഇതിനകത്ത് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പഞ്ചഭൂതങ്ങളെ പറ്റി ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഈശാന ഭാഗം എന്നൊക്കെ എല്ലാവരും പിന്നെ പറയുന്ന ആ ഭാഗത്താണ് ഈ ജലത്തിൻ്റെ സാന്നിധ്യം ഈ വാസ്തു സങ്കല്പത്തിൽ, വാസ്തു സ്ക്വയർക്കിൽ, വാസ്തു പുരുഷനിൽ നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത്. നമ്മൾ അത്രേ ചിന്തിക്കാവൂ. അത് സങ്കല്പമാണ്. അതുപോലെ ഒരേക്കറാണ്, അതിന് ആ വടക്ക് കിഴക്ക് ഭാഗത്താണ് ജല സാന്നിധ്യവും ജലത്തിൻ്റെ അംശവും ജലദേവനും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് വ്യക്തമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വടക്ക് കിഴക്കിനെ കുറേ കൂടി ഞാൻ പറയുന്നത്, കുറേ കൂടി ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അവിടെ ഒരു ധാരണയും വരുന്നത്. അവിടെ ഈ വടക്ക് കിഴക്ക് അധിപനെന്ന് പറയുന്നത് ശിവനാണ്. അപ്പോൾ ശിവൻ ആദ്യം രുദ്രനായിട്ടും ആ ഇത് കൊടുക്കാൻ ശിവനായിട്ട് മാറി അവിടെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വടക്ക് കിഴക്കേ ഭാഗം എന്നാണ് വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവിൽ വടക്ക് കിഴക്കേ മൂലയെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ജലസാന്നിധ്യത്തിൻ്റെ ഒരു
ദേവനാണ് അവിടെ ഉള്ളത്, ജലത്തിൻ്റെ ദേവനാണ് ആ ഭാഗത്തുള്ളതെന്നും ആ ഭാഗം മറ്റ് പ്രദേശത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ സ്ക്വയറായിട്ടുള്ള ഒരു സ്ഥലത്തു നിന്ന് അപേക്ഷിച്ച് ആ ഭാഗം അല്പമെങ്കിലും താഴ്ന്നിരിക്കണമെന്നൊക്കെ നമ്മൾ പറയുന്നത് അതാണ് അതിൻ്റെ സാരം. അപ്പോൾ അവിടെ വടക്ക് കിഴക്ക് ഭാഗം ഇപ്പോൾ നമ്മളൊരു സ്ക്വയറായിട്ട് എടുത്തു, നമ്മൾ കറക്റ്റായിട്ട് സ്ക്വയറായിട്ട് എടുത്ത് ഇതിനകത്ത് വാട്ടർ ലെവലൊക്കെ വെച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ പറയുന്നു വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു 6 ഇഞ്ചെങ്കിലും താത്ത്, അല്ലെങ്കിൽ 2 ഇഞ്ചെങ്കിലും താത്ത്, 4 ഇഞ്ചെങ്കിലും താത്ത് ഒന്ന് മഴവെള്ളം അങ്ങോട്ട് ഒഴുകി പോകണം എന്ന് നമ്മൾ നമ്മൾ ശീലിച്ചതിൻ്റെ പ്രധാന കാരണം ഈ കൺസെപ്റ്റാണ്. അത് നമ്മൾ അത്രയും മനസ്സിലാക്കിയാൽ, പക്ഷേ അതില്ലെന്ന് വിചാരിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ശാസ്ത്രം പറയുമ്പോൾ അങ്ങനെ അല്ല, നിങ്ങൾ കിഴക്കോട്ട് തന്നെ പടിഞ്ഞാറോട്ട് തന്നെ വെള്ളം ഒഴുകി വിട്ടോ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ശാസ്ത്രം പറയുമ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വടക്ക് കിഴക്കിന് അത്രയും പ്രാധാന്യം വരാൻ കാരണം ഈ ജലത്തിൻ്റെ സാന്നിധ്യവും അതോടൊപ്പം ശിവൻ്റെ സാന്നിധ്യവുമാണ്. അപ്പോൾ ഈ ഭാഗത്തു കൂടെ ആയിരിക്കും നമ്മളൊരു ഏതെങ്കിലും ഒരു വാസ്തുപരമായിട്ട് കാര്യങ്ങൾ ചെയ്തൊരു വീടായാലും ക്ഷേത്രമായാലും ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആയാലും അതിൻ്റെ ഊർജം കടന്നു വരേണ്ട വഴി ഈ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ വടക്ക് കിഴക്ക് ഭാഗത്താണ് എന്ന് പറയുന്നത്. ഇതിനെ പല പൊഴുപ്പും തൊങ്ങലും വെച്ചും കൊണ്ട് പല രീതിയിൽ കഥകൾ മെനഞ്ഞ് നമുക്ക് തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു പ്രവണത ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഏതൊരു ആളും അത് ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ ഇത്രയും സന്യാസിമാരും അതുപോലെ ആചാര്യന്മാരും ഇത്രയും വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ വളരെ ശ്ലോകസഹിതം, ഞാനിനി പറയുന്നതും അതും കൂടെ ഞാൻ അടുത്ത് പറയാം, വെറുതെ ഞാൻ എൻ്റെ നിഗമനമല്ല, ശാസ്ത്രം പറയുമ്പോൾ കൃത്യമായിട്ട് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പറയുന്ന ശ്ലോകസഹിതം ഞാൻ മനസ്സിലാക്കിയിട്ടാണ്. ആ ശ്ലോകമൊന്നും ഇവിടെ ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ചെല്ലാത്ത. ആർക്ക് വേണമെങ്കിലും ഞാൻ ഈ സംസാരിക്കുമ്പോൾ വാസ്തുശാസ്ത്രത്തിൻ്റെ അടിത്തറ നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തിൽ അതിൻ്റെ എന്ത് അടിസ്ഥാനത്തിലാണ്, നിങ്ങൾ ശാസ്ത്രത്തിൽ ഏത് ഗ്രന്ഥത്തിലുള്ള ഇത് ശ്ലോകം വെച്ചിട്ടാണ് നിങ്ങൾ ഈ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇത് കഴിഞ്ഞിട്ട് ആർക്ക് വേണോ അത് ബന്ധപ്പെടാമെന്നാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം വടക്ക് കിഴക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥാനമായിട്ട് വരും. വാസ്തുശാസ്ത്രപ്രകാരം വാസ്തു സ്ക്വയർ ഉണ്ടാക്കുമ്പോൾ അവിടെ ഇതിൻ്റെ ജലസാന്നിധ്യവും, അതുകൊണ്ടാണല്ലോ വടക്ക് കിഴക്ക് ഭാഗത്ത് കിണറിൻ്റെ സ്ഥാനം വരുന്നത്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നത്. ഇനി അത് വിശദീകരിച്ച് ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെ കാര്യങ്ങൾ പിന്നെ വരുന്ന വീഡിയോയിൽ ഞാൻ പറയും. അപ്പോൾ അത് വിദ്യാർത്ഥികൾ ഇത് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് അത് വ്യക്തമായിട്ട് പറയത്തക്ക രീതിയിലായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ വടക്ക് കിഴക്കിൻ്റെ പ്രാധാന്യം അവിടെ ഇത്രയുണ്ട്. അവിടെ ശിവൻ്റെ സാന്നിധ്യമാണ്. ശിവൻ്റെ ഈ വാസ്തുപുരുഷ സങ്കല്പത്തിൽ അതിൻ്റെ ഊർത്താവിൽ ശിവനാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടും ആ സ്ഥാനം വളരെ പവിത്രമാണെന്നും ഏറ്റവും ഊർജം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇതിൻ്റെ വാസ്തുപുരുഷ സങ്കല്പത്തിലേക്ക് വാസ്തു സ്ക്വയറിലേക്ക് കടത്തിവിടുന്നതിന് ആ വഴി ഉപയോഗിക്കുകയും ചെയ്യുന്നത് നല്ലതാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. എൻ്റെ അഭിപ്രായമല്ല. അത് ഒരു ഭാഗം. ഇനി രണ്ടാമത്തത് നമുക്ക് അഗ്നി എന്നുള്ളതിലേക്ക് പോവാം. പഞ്ചഭൂതങ്ങളിൽ ആദ്യം ഞാൻ പറഞ്ഞു, പിന്നെ നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വരുന്ന ജലത്തിൻ്റെ സ്രോതസ്സിനെ പറ്റിയാണ് സംസാരിച്ചത്. ഇനി രണ്ടാമത് അഗ്നി എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ ഇതെന്ന് പറയുന്നത് അഗ്നി ആണ്, അഗ്നിദേവനാണ്. അപ്പോൾ അഗ്നിദേവൻ തെക്ക് കിഴക്ക് ഭാഗത്താണ് അതിൻ്റെ സ്ഥാനം വാസ്തു മണ്ഡലത്തിൽ കൊടുത്തിരിക്കുന്നത്. തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നിയുടെ സാന്നിധ്യമുള്ള അഗ്നിദേവൻ്റെ സാന്നിധ്യമാണ് വാസ്തു മണ്ഡലത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വാസ്തു മണ്ഡലത്തിൽ അഗ്നിക്ക് അവിടെ പ്രാധാന്യം വരികയും അഗ്നിദേവനെ അവിടെ ഒരു സ്ഥാനം കാണുകയും അതുകൊണ്ട് തന്നെയാണ് ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അടുക്കളയാവാം, തീ കത്തിക്കുന്നതാവാം, അതുപോലെ മറ്റ് തീയുമായിട്ട് ബന്ധപ്പെട്ട് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കാര്യങ്ങൾ അവിടെ വരണമെന്ന് ഈ ശാസ്ത്രത്തിൽ പറയുന്ന ഈ പഞ്ചഭൂത സിദ്ധാന്തം അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വേറൊരു ഇതിനകത്ത് ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഹിന്ദുമത സംസ്കാരം അനുസരിച്ചിട്ട് നമ്മൾ ഒരു ശവശരീരം അല്ലെങ്കിൽ ഒരു ബോഡി നമ്മളൊരു ദഹിപ്പിക്കുന്നത് നമ്മൾ ചിതയിൽ കൊണ്ടുവത്തിക്കുമ്പോൾ ആദ്യം ആ തലഭാഗം തെക്കോട്ട് വെച്ചിട്ട് ആദ്യം ആ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള പോർഷനിൽ നിന്നായിരിക്കും നമ്മൾ തീ കത്തിച്ചു തുടങ്ങും. അതിൻ്റെ ഒരു അർത്ഥം വേറൊന്നുമല്ല, അത് കാരണം ആ അഗ്നി ഭഗവാന് വേണ്ട സങ്കല്പിച്ചിട്ട് ഈ ശവശരീരം അല്ലെങ്കിൽ മൃതദേഹം അല്ലെങ്കിൽ ഈ ശരീരം ഏറ്റെടുത്ത് കൊള്ളണമെന്ന് നമ്മൾ പ്രാർത്ഥനയോട് അവിടെ ആദ്യമായിട്ട് തീ കൊളുത്തുകയും
അതിന് പ്രദക്ഷിണക്രമമായിട്ട് ബാക്കിയുള്ളിടത്ത് തീ കത്തിക്കുകയാണ് നമ്മുടെ ഹിന്ദു മത ആചാരപ്രകാരം സംസ്കാരം നടത്തുമ്പോൾ ചെയ്യുന്നത്. അത് ഞാൻ ഇത് പറയാൻ വേണ്ടിയാണ്, ഒരിക്കലും ഇത് വേറൊരു തരത്തിൽ പറയാനല്ല. ഇതെല്ലാം നമ്മളൊരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടെയാണ്. അപ്പോൾ അഗ്നി ഭഗവാനെ നമ്മൾ സങ്കല്പിക്കുന്നതുകൊണ്ടാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി ദേവനായിട്ടും അതിൻ്റെ കൺസെപ്റ്റായിട്ടും പോകുന്നത്. ആ ഭാഗത്ത് വരുന്ന നിർമ്മാണങ്ങളായാലും എന്തായാലും ഈ കൺസെപ്റ്റിൽ കൊടുക്കണം. അവിടെ കൊണ്ട് പലപ്പോഴും നമ്മൾ ഇത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ വാട്ടർ ടാങ്ക് അവിടെ വയ്ക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നത് ഈ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ അവരെ തെറ്റ് പറയുന്നില്ല, പക്ഷേ ആദ്യം നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നു എന്നുള്ളത് ഇത് അടിസ്ഥാന ഈ പഞ്ചഭൂത സിദ്ധാന്തം അനുസരിച്ചിട്ടാണെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു നമുക്ക് ജലം, അഗ്നി, ഭൂമി. ഇപ്പം നമ്മൾ പ്രദക്ഷിണാക്രമമായിട്ട് പറയുകയാണെങ്കിൽ വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, അടുത്തേക്ക് പടിഞ്ഞാറ്. അപ്പോൾ അത് ഭൂമി. ആ ഭൂമി എന്നുള്ള സ്ഥാനത്തേക്ക് അത് കഴിഞ്ഞ് നാലാമത്തതാണ് നമുക്ക് വായുകോണായിട്ട് വരുന്നത്. അപ്പോൾ ഈ അടുത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മൂന്നാമത്തെ നമ്മൾ പഞ്ചഭൂതങ്ങളിൽ മൂന്നാമത്തതാണ് പൃഥ്വി അല്ലെങ്കിൽ ഭൂമി. ഭൂമി എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. ഇത് വരുന്നത് നമ്മൾ വാസ്തു സ്ക്വയറിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ആണ് അത് വരുന്നത്, തെക്ക് പടിഞ്ഞാറ് ഭാഗം. അപ്പോൾ തെക്ക് പടിഞ്ഞാറത്തെ കോർണർ അല്ലെങ്കിൽ ആ ഭാഗത്തിൻ്റെ അധിപനെന്നുള്ള വൃത്തി അല്ലെങ്കിൽ ഭൂമിയാണ്. ഇതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തുനിന്ന് പ്രാധാന്യം കൊടുത്ത് ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇത് ഏറ്റവും നേരത്തെ പറഞ്ഞ ഈശാന മൂല പോലെ തന്നെ ഇതും ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സ്ഥാനമാണ് അവിടെ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ശാസ്ത്രഗ്രന്ഥങ്ങൾ നമ്മൾ സ്ഥാനങ്ങൾ കൽപ്പിക്കുന്നതിന് കൊടുക്കുന്നത്. അപ്പോൾ എന്താ പറ്റും, നമുക്ക് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളും കൂടെ ഇതിനടുത്ത് ഞാൻ ചെറുതായിട്ട് സൂചിപ്പിക്കാം. ഒന്ന്, നമുക്ക് ഭൂമിക്ക് രണ്ട് ചലനങ്ങളുണ്ട്. ഒന്ന് നിരന്തരം നമുക്ക് ദിവസമുള്ള നിത്യവാസ്തു, രണ്ടാമത് വർഷത്തിലൊരിക്കലുള്ള ചലനം. ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ ഇത് ഒരു സാങ്കല്പിക അച്ചുതണ്ടിൽ നമ്മൾ ഇത് തിരിയുന്നത് തെക്ക് പടിഞ്ഞാറ് നിന്ന് കറങ്ങി വടക്ക് കിഴക്കോട്ട് ഒരു 23.5 ഡിഗ്രിയിലാണ് നമ്മൾ ഭൂമി ചലിക്കുന്നതെന്നാണ് ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അപ്പോൾ അതൊരു സാങ്കല്പികമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറ്റി വയ്ക്കുമ്പോഴും കല്ലിടുമ്പോഴും ഒക്കെ നമ്മൾ എല്ലാ മാസവും നമുക്ക് ഉത്തരായനം ദക്ഷിണായനം ഒക്കെ പറഞ്ഞ് ഈ സമയത്തിനും ഈ സ്ഥാനത്തിനുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തെക്ക് പടിഞ്ഞാറേ ഭാഗം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കന്നിമൂലയെന്ന് നിര്യതി കോണമെന്നും ഒക്കെ പറയുന്ന ഈ വൃത്തിയിലെ സാന്നിധ്യമാണ്. അവിടെ നമുക്ക് പറയുന്നത് എപ്പോഴും ഈ ചരിവിനെ ബേസ് ചെയ്തിട്ട് ചലനത്തെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് അവിടെ സ്ഥാനം പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് നിന്ന് ഭൂമി ഒരു ദിവസം ചലിച്ച് വടക്ക് കിഴക്കോട്ട് പോകുന്നു. അതുപോലെ തന്നെ വർഷത്തിലേക്കുള്ള ചലനവും ഇതിന് ആനുപാതികമായിട്ടാണ്. അപ്പോൾ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു വാസ്തുഭൂമിയിൽ വാസ്തു സ്ക്വയറിൽ ഒരു ഗൃഹം പണിയുമ്പോൾ അവിടെ വലിപ്പമുള്ള മുറി, അതുപോലെ തന്നെ ഏറ്റവും ഊർജ്ജമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് നമ്മൾ തുടങ്ങണമെന്ന് പറയുന്നത് ബെഡ്റൂം കൊടുക്കുന്നത്, ഹാള് കൊടുക്കുന്നതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന തത്വം ഇതാണ്. ഞാൻ അത് ആ റൂം അതിലേക്ക് വരുമ്പോൾ അതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഈ വടക്ക് കിഴക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എനർജി അല്ലെങ്കിൽ ഊർജ്ജം വീട്ടിനെ നമ്മൾ ഈ വാസ്തു സ്ക്വയറിനകത്തേക്ക് കൊണ്ടുവരികയും അത് പൂർണ്ണമായിട്ട് സംരക്ഷിച്ച് നിർത്തുന്ന ഒരു പോർഷനാണ് തെക്ക് പടിഞ്ഞാറേ ഭാഗം അല്ലെങ്കിൽ കന്നി ഭാഗം, നിര്യതി കാലം എന്ന് പല പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഇതൊക്കെ ശരിക്കും ഇങ്ങനെയല്ല. ഇതിനകത്ത് കന്നിഭാഗമൊന്നും അല്ല പറയേണ്ടത്. ഈ വാസ്തു പുരുഷ സങ്കല്പം അനുസരിച്ച് നമ്മൾ ആ കൺസെപ്റ്റ് എടുത്തിട്ട് അതിനെ പദങ്ങളായിട്ട് മാറ്റി അതിൽ ഇന്ന പോർഷനിൽ ഇന്നത് വരണം എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരി. മറ്റതൊക്കെ തെറ്റാണ്. പലരും ആ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്ത് കാണുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഈ തെക്ക് പടിഞ്ഞാറേ നിര്യതി കോണെന്ന് പറയുന്ന വൃത്തിയുടെ സാന്നിധ്യം വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ വലുപ്പം കൂടിയ ഇപ്പോൾ ഒരു പ്രദേശത്ത് ഇപ്പം നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ എൻ്റെ നമുക്കൊരു 25 ഏക്കർ സ്ഥലമുണ്ട്. ആ 25 ഏക്കറിൽ ഒരു നിർമ്മാണം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ആ തരത്തിലുള്ള ഒരു നിർമ്മാണം നടത്തണമെങ്കിൽ ആദ്യം ആ 25 ഏക്കറിൻ്റെ ഒരു വാസ്തു സ്ക്വയർ കൺസെപ്റ്റ് ഉണ്ടാക്കണം. ആ കൺസെപ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഈ തെക്ക് പടിഞ്ഞാറേ ഭാഗം ഉയർന്ന സ്ഥലമാണെങ്കിൽ അതിനെ അങ്ങനെ തന്നെ സംരക്ഷിച്ച് അവിടെ പാറക്കൂട്ടങ്ങളോ മലയോ കുന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അതേപോലെ കൺസെപ്റ്റുകൾ നിർത്തുക. അതേപോലെ
നമ്മളതിനെ വെച്ചിട്ട് ഭൂമിയുടെ ചരിവ് വടക്ക് കിഴക്കേക്ക് പോവുക. ഇതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ ശിവൻ നമ്മൾ ഗംഗയെ തലയിൽ നിന്ന് പിന്നെ താഴോട്ട് ഭൂമിയിലേക്ക് വിട്ടു, അതിൻ്റെ ശക്തി കൂടിപ്പോയി. അതുകൊണ്ട് ശിവൻ അതിനെ ജട അഴിച്ചിട്ട് അതിൻ്റെ ശക്തി കുറച്ച് 7 നദികളായിട്ട് മാറ്റി. അതിലൊന്നാണ് നമ്മുടെ ഗംഗാ നദി എന്നൊക്കെ നമുക്ക് കൺസെപ്റ്റൊക്കെ ഉണ്ട്. എങ്കിലും ഇത് പറയുന്നത് ഈ ഊർജത്തിൻ്റെ ഉറവിടം ഈ ഭാഗത്താണ്. അപ്പോൾ അവിടെ നമ്മൾ ഊർജം ചോർന്നു പോകാതെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഈ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ആയിരിക്കണം പല ആൾക്കാരും ഈ വാസ്തു പറയുന്ന ആളുകൾ ഈ കന്നിമൂലയെ പറ്റി ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരു പിരിമുറുക്കം ഉണ്ടാക്കുന്നതിന്, ടെൻഷൻ ഉണ്ടാക്കുന്നതിന് ഇങ്ങനെ പറഞ്ഞ് പ്രേരിപ്പിക്കുന്നത്. അതല്ല അതിൻ്റെ വസ്തുത. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണമെന്നുള്ളേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്കൊരു പുരയിടം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു വസ്തു കിട്ടിയാൽ ആ വസ്തുവിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നിരിക്കുകയാണെങ്കിൽ അതങ്ങനെ നിലനിർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതിന് ഉയർത്തി വടക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറോ ഒന്ന് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സാരമാക്കണം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ തെക്ക് പടിഞ്ഞാറ് പോലെ, അല്ലെങ്കിൽ നമ്മൾ വൃത്തി എന്ന് പറയുന്ന ഭൂമി എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് നേരെ പോകുന്നത് വായുകോണാണ്. വായുകോണിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് വാസ്തു പുരുഷ സങ്കല്പം അനുസരിച്ച് വാസ്തു സ്ക്വയറിൽ വായുവിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ നമ്മൾ മറ്റേ 3 പറഞ്ഞു കഴിഞ്ഞു. വായുവിൻ്റെ എന്താണ്? വായുദേവൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു പ്രപഞ്ചത്തിൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ 3 ഘടകങ്ങളെ കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വായു. നമുക്ക് വായു ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതും വായു തന്നെയാണ്. അപ്പോൾ ആ ശ്വാസം നിലച്ചാൽ പിന്നെ നമ്മൾ ജഡമായിട്ട് മാറിക്കഴിയും. അതുപോലെ തന്നെയാണ് വായുവിൻ്റെ പ്രാധാന്യം. വായുവിൻ്റെ സ്ഥാനം, വായുദേവൻ്റെ സ്ഥാനവും ശരിക്കും വടക്ക് പടിഞ്ഞാറാണ്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഈ വായുദേവ സങ്കല്പം അനുസരിച്ച്, അതിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെയുള്ള സ്ഥാനങ്ങളും അതിൻ്റെ ഓരോ ഗുണവും ദോഷവും അനുഭവങ്ങളും നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതിന് വളരെ പ്രധാനം ഈ വായു എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അത് എപ്പോഴും ചലിച്ചു കൊണ്ടേയിരിക്കും. ചലനാത്മകമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒരു കൺസെപ്റ്റും കൂടെ വെച്ചിട്ടാണ് വായു ഭഗവാന്റെ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് നോക്കേണ്ടത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു വായു കോണിൽ ഒരു ബെഡ്റൂമോ ഒരു ഹാളോ റൂമോ ഒക്കെ കൊടുത്താൽ അവിടെ കിടന്നുറങ്ങുമ്പോൾ എന്ത് അവസ്ഥ ഉണ്ടാവും എന്നുള്ള ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അധികമായിട്ട് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ TV എപ്പോഴും കാണുന്ന ഒരു പ്രകൃതം വീട്ടിലുള്ളവർക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ വായു കോണിലേക്ക് ഒരു റൂം സംഘടിപ്പിച്ചിട്ട് അവിടെ ഒരു TV വെച്ച് കൊടുത്താൽ ഒരിക്കലും അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്ന് കാണാനുള്ള ഒരു മൂഡ് വരില്ല. എപ്പോഴും ചലനമായിരിക്കും. അങ്ങനെയുള്ള ഒരു രീതിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ ഒരു മുറിയായിട്ട് കൊടുക്കണമെങ്കിലും ഈ വായു കോണിൽ കൊടുക്കുന്നത് നല്ലതാണ്. അവരെപ്പോഴും പ്രസരിപ്പോടുകൂടി ഓടിച്ചാടി അവിടെ ഇരുന്ന് പഠിക്കാനും കളിക്കാനും ഒക്കെ ഒരവസരം. ഇതൊക്കെ ഞാൻ ഈ വായുവിൻ്റെ കൺസെപ്റ്റ് വെച്ച് പറഞ്ഞതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഈ മുറികളുടെ പറ്റിയൊക്കെ കൊണ്ട് കണക്ക് വരുമ്പോൾ അതിലേക്ക് വിശദമായിട്ട് ഞാൻ പോകുന്നുണ്ട്. ഇത് വായുവിൻ്റെ വായുദേവൻ്റെ അടിസ്ഥാനത്തിൽ വാസ്തുപുരുഷ സങ്കല്പം അനുസരിച്ചിട്ട് അതിൽ ഉള്ളതാണ്. പിന്നെ അവസാനത്തേന്ന് പറഞ്ഞത് പഞ്ചഭൂതങ്ങളിൽ 5ാമത്തെ ദേവനായിട്ട് വരുന്നതാണ് നമുക്ക് വാസ്തുവിദ്യ അനുസരിച്ചിട്ട്, വാസ്തു സ്ക്വയർ അനുസരിച്ചിട്ടും ആകാശം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജലം, അഗ്നി, ഭൂമി, വായു, 5ാമത്തത് ആകാശം. ഇത് നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ വായുവിൻ്റെ ദേവസ്ഥാനം കൊടുത്തിരിക്കുന്നത് ഈ വാസ്തു സ്ക്വയറിൽ മധ്യത്തായിട്ടാണ്, ബ്രഹ്മപദത്തിലാണ്. അവിടെയാണ് അതിൻ്റെ സ്ഥാനം. ആ ആകാശത്തിൻ്റെ ദേവനായിട്ടുള്ള കൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നത് ഈ വാസ്തു സ്ക്വയറിൽ മധ്യത്തായിട്ടാണ്. ആ മധ്യത്തായിട്ട്, അതുകൊണ്ട് ഞാനത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഈ മധ്യഭാഗത്ത് ഒരു നിർമ്മാണം നടത്തുമ്പോൾ അവിടെ ഇതിന് തടസ്സം വരുന്ന ഈ ആകാശത്തിൻ്റെ ദേവൻ്റെ സാന്നിധ്യത്തിന് കോട്ടം വരുന്ന ഒന്നും തന്നെ അവിടെ ചെയ്യാൻ പാടില്ലെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ പറയുന്നത് അതിൽ നമ്മൾ സാധാരണ ഒരു വീട് പണിയുമ്പോൾ 4 കെട്ടാണെങ്കിൽ നടുമുറ്റം കൊടുക്കുന്നതിൻ്റെ കൺസെപ്റ്റ് അവിടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ നടുമുറ്റം അല്ലാത്തൊരു സാധാരണ വീടായാലും ഞാൻ വരയ്ക്കുന്ന പ്ലാനിൽ ഒരു 100% ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ആ ഭാഗത്ത് ചെറിയ മുറികളോ ബാത്റൂമോ ഒന്നും വരാതെ അവിടെ ഒരു ഹാളോ മറ്റു കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്തിരി വിശാലമായിട്ടുള്ള ഒരു
സൗകര്യം അവിടെ കൊടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഉദ്ദേശം ഈ ആകാശത്തിൻ്റെ സാന്നിധ്യം അതിൻ്റെ സ്ഥാനം പറയുന്നത് വീടിൻ്റെ മധ്യത്താണ്. അത് മധ്യഭാഗത്ത് വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ അവിടെ വരാവൂ എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ നോക്കിയാൽ വാസ്തു പുരുഷ സങ്കല്പവും വാസ്തു സ്ക്വയറും ഈ പഞ്ചഭൂതങ്ങളും കൂടി കണക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത് വാസ്തുവിദ്യയിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകേണ്ടത്. ഇന്ന് നമ്മൾ പഞ്ചഭൂതങ്ങളെ പറ്റിയാണ് നമ്മൾ ശരിക്കും കാര്യങ്ങൾ നോക്കിയത്. ഇനി അടുത്ത ദിവസം നമുക്ക് ഈ വാസ്തുപരമായിട്ട് അടുത്ത് ഒഴിവാക്കാൻ വയ്യാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ പരാമർശിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ചയെന്നോണം ഞാൻ അടുത്ത വീഡിയോയിൽ കൂടി മറ്റു കാര്യങ്ങൾ പറയുന്നതാണ്. നന്ദി, നമസ്കാരം.